എന്തിനാടോ എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചാൽ? അവക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. പോങ്ക മാഡം, എനക്ക് എന്നോട് പാമ്പിനെ കടച്ചാവണം. താൻ കൂടെ വന്നേ. ഇവിടെ കിടന്ന് ബഹളം വെച്ച ആളുകൾ കാണും. പാക്കട്ടും എനിക്ക് കടച്ചാവണം, അല്ലാവേ നാം വരമാട്ടെ. തന്നോട് വരാനല്ലേടോ പറഞ്ഞത്? ഞാൻ പാമ്പ് വരാൻ. മാഡം, ഞാൻ പാമ്പ്, എനിക്ക് കടച്ചാവണം. അപ്പം ഗാഥ എന്നെ കൊല്ലാനാ വന്നത്. സിനി, ഗാഥയൊന്ന് വിളിച്ചു നോക്ക്. ഞാൻ 3-4 തവണയെ വിളിക്കുന്നു, എടുക്കുന്നില്ല. അവക്ക് ഫോൺ എടുക്കാതിരിക്കാം, പക്ഷെ എനിക്ക് അവളുടെ വിവരങ്ങൾ അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒന്നുകൂടെ വിളിക്കേ. ഓക്കെ. ഗാഥ മാഡമാണ്. എവിടെയായിരുന്നു നീ? അത് ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു സ്ഥലം വരെ പോയതാ. എത്ര തവണ ഫോൺ ചെയ്യണം നിന്നെ? ഫോൺ എടുത്താൽ എന്താ ഗാഥ നിനക്ക്? അത് ഞാൻ കണ്ടില്ല. ആ, അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറയാൻ ആരെ കൊണ്ട് വേണേലും പറ്റും. പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ അടുത്ത് സ്നേഹം ഉണ്ടെങ്കിലേ ഇങ്ങനെ പെരുമാറില്ല. ഇനി ആരോടും പറയാതെ ഇങ്ങനെ ഒരു പോക്ക് പോയേക്കരുത്, മനസ്സിലായോ നിനക്ക്? മമ്മി എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? മാമിന് അത്രയ്ക്ക് ടെൻഷനായിട്ടോ? ഈ നേരം വരെ ഒരു സ്ഥലത്തൊന്നും ഇരുന്നിട്ട് പോലുമില്ല. അതറിയോ ഗാഥാ മാഡത്തിന്? അമ്മാ, അമ്മാ, അമ്മാ. ആരാത്? ആ, എനിക്കറിയില്ല. കുറെ നേരമായിട്ട് എന്റെ പിന്നാലെ തന്നെയുണ്ട്. അത് ഞാൻ പറഞ്ഞു വിട്ടോളാം. ആ മോളെ. ഗോപാലമാമ, മോളെന്താ ഈ നേരത്ത്? എനിക്ക് വ്രതം തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തു പറ്റി? ആർക്ക് വേണ്ടിയിട്ടാ ഗോപാലമാമ ഞാനിതൊക്കെ ചെയ്യുന്നത്? മരണത്തിൽ കൂടെ ഞാൻ പേടിക്കാതെ ഇത്രയൊക്കെ ഞാൻ ചെയ്യുന്നത് ഗാഥയ്ക്ക് നവീന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ? എന്നിട്ടും ആ ചിന്ത ഗാഥയ്ക്കില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നേ? ആ പെണ്ണ് ഫോൺ വിളിച്ച് മോളോട് എന്തെങ്കിലും പറഞ്ഞോ? ഫോൺ വിളിച്ചതല്ല, നേരിട്ട് വന്നു. എന്തിനാന്നറിയോ? എന്നെ കൊല്ലാൻ. കൊല്ലാനോ? അതെ. സർപ്പശാപുള്ള കുടുംബത്തിനകത്ത് കിടന്ന് പാമ്പ് കടിയേറ്റ് ഞാൻ മരിച്ച ആർക്കും ഒരു സംശയം ഉണ്ടാവില്ലല്ലോ. ഒരു പാമ്പാട്ടിയും കൂട്ടി അവളിങ്ങോട്ട് വന്നേ. മോളെ എന്തൊക്കെ ഈ പറയുന്നേ? അതെ ഗോപാലമാമ, ദേ കുറച്ചു മുന്നേ അവളിവിടുന്ന് പോയതേ ഉള്ളൂ. പാമ്പാട്ടിയോട് അവള് തർക്കിക്കുന്നത് കേട്ടിട്ടാ ഞാൻ നോക്കിയത്. കൊല്ലം തീരുമാനിച്ചിട്ട് തന്നെയാ വന്നേ. എന്തോ ഭാഗ്യത്തിന് തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. മോളെ, ഇത് സിത്താര മാഡത്തിനോട് പറഞ്ഞാലോ? അവരോടൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? സ്വന്തം മോള് ചെയ്യുന്നത് എന്തായാലും ലോകത്തിലെ ഏറ്റവും നല്ല പ്രവൃത്തിയായിട്ടല്ലേ അവര് കാണുന്നത്. ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങിയാലൊന്ന് ഞാൻ ആലോചിച്ചതാ. പക്ഷെ അങ്ങനെ ഇറങ്ങിയാല് നല്ലവരായ ഈ കുടുംബത്തിനാണല്ലോ പ്രശ്നം. അത് ഓർത്തിട്ടാ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്ന. നവീന ഈ കുടുംബത്തിനും സർപ്പശാപം ഒഴിഞ്ഞു കിട്ടുകയാണെങ്കിൽ ചാവുന്നതിന് മുൻപ് ഒരു നല്ല പ്രവൃത്തി ചെയ്യാലോന്ന് വിചാരിച്ചതാ. അപ്പഴാ കരുതിക്കൂട്ടി എന്നെ കൊല്ലാൻ വേണ്ടി അവരിറങ്ങിയിരിക്കുന്നത്. മോളെ, ഇത് കേട്ടിട്ട് ഗോപാലമാമൻ എന്താ പറയാ?
ഹോ, മനുഷ്യർ ഇത്രയും ക്രൂരന്മാരാകുവോ? മോളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് അവക്കെന്താ കാര്യം? പകയല്ലേ ഗോപാലമാമ, ഞാൻ നവീന്റെ അടുത്ത് നിന്നു. നവീൻ എന്റെ ദേഹത്ത് തൊട്ടു. മാഡത്തിന്റെ അവളുടെയൊക്കെ ഭീഷണിയല്ലേ? അങ്ങനെ വന്നാല് ഈ നാട്ടില് പോലീസ് നിയമമൊക്കെ ഉണ്ടല്ലോ. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേണമെങ്കില് ഗോപാലമാമയോട് എനിക്ക് കാര്യങ്ങൾ വിളിച്ചു പറയാൻ പറ്റും. അമ്മയോട് ഇങ്ങനൊരു കാര്യം പറഞ്ഞ അതിന്റെ അപ്പുറം അമ്മ ജീവനോടെ ഉണ്ടാവോ? എനിക്ക് മടുത്തു ഗോപാലമാമ. ഏത് നേരത്താണാവോ ഇങ്ങനൊരു വേഷം കിട്ടാൻ എനിക്ക് തോന്നി. മോളെ, ഗോപാലമാമ ഫോൺ വെച്ചോ. ഇന്ന് രാത്രി തന്നെ. ഇനി ഏതേലും വഴിക്ക് അവൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്നറിയില്ല. ചത്തിട്ടില്ലെങ്കിൽ ഞാൻ നാളെ വിളിക്കാം. ദുഷ്ടത്തരത്തിനൊരു കണക്കില്ലേ?